ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് വെനസ്ഡേ മോർണിംഗ്. രാവിലെ 6 മണിക്ക് എന്നെ പഠിക്കാൻ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എണീറ്റിരുന്ന് പഠിക്കുന്ന കോലമാണ് നിങ്ങൾ ആ കാണുന്നത്. കോൺഫിഡൻസ് തീരെ കുറവാണെങ്കിൽ ഇതുപോലൊരു പ്രാർത്ഥന പതിവാണ്. ഞാൻ എല്ലാം പഠിച്ചു മമ്മ, പക്ഷെ ഇടയ്ക്ക് എന്തൊക്കെയോ മറന്നു പോന്നു, അതെന്നെ ഓർമ്മിപ്പിക്കണേന്നാണ് അത്രേ അവൻ ഇന്നിപ്പോൾ പ്രാർത്ഥിച്ചത്. എന്നാൽ നമുക്ക് കോഫി ഉണ്ടാക്കാം. ഈ കോഫി ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൊണ്ടാണ്. സാധാരണ കോഫി പൗഡർ വെള്ളത്തിലിട്ട് തന്നെ തിളപ്പിക്കണം. ഇൻസ്റ്റൻറ്റ് ആണെങ്കിൽ മാത്രമേ ഇതുപോലെ പഞ്ചസാരയുടെ കൂടെ ആഡ് ചെയ്തിട്ട് കെറ്റിലുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കലക്കി കോഫി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ തുഴഞ്ഞ് ഞാൻ ഈ വഞ്ചി 80Kയിൽ അടുപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒപ്പം നിന്ന എല്ലാവർക്കും, പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നലെ സോണിമോള് കണ്ടപ്പോൾ പറഞ്ഞു, എടി ചേച്ചി നിന്റെ ചാനലിന് എന്തോ പ്രത്യേകതയുണ്ട്, ഒരു വീഡിയോ കണ്ടു തുടങ്ങിയാൽ പിന്നെ അത് തീരാണ്ട് സ്വൈപ്പ് ചെയ്ത് പോകാൻ തോന്നില്ല എന്ന്. അത് കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് വിചാരിച്ചത്? എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസിൽ കാണുന്നതെന്ന് നേരെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, അല്ലേ വിട്ടേക്കൂ. അങ്ങനെ കോഫി പൊടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് കുക്കുവിനുള്ള പാല് തണുത്തു. നിലുവിനുള്ള പാല് കുപ്പിയിൽ ഒഴിച്ചു വെച്ചു. നല്ല വെന്ത് കുഴഞ്ഞ ഉപ്പുമാവാണ് എനിക്കിഷ്ടം. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവും കഴിക്കാൻ തോന്നും. അങ്ങനെ വേണ്ടപ്പോൾ ഞാൻ വെള്ളം പിന്നീടാണ് ചേർക്കുന്നത്. ഉപ്പുമാവിൽ ഇടാനായിട്ട് ക്യാരറ്റൊന്നും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു സവാളയും കൂടെ നമ്മുടെ ഈ ചോപ്പറിലിട്ട് ഒന്നടിച്ചെടുത്തു. വറുത്ത റവ തന്നെയാണ് ഞാൻ മേടിക്കുന്നത്. കുഴഞ്ഞു പോകേണ്ട ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ റവ സെപ്പറേറ്റ് വറുക്കാറില്ല. പക്ഷേ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അതിന് മുന്നേ ഒന്നുകൂടൊന്ന് വറുത്ത് ചെറിയ കറുപ്പ് പൊട്ടുകൾ വീഴുന്നത് ടേസ്റ്റ് കൂട്ടും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പിന്നെ കുറച്ച് പരിപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇടുമ്പോൾ കയ്ക്കില്ലേന്ന് ആരോ കമൻറ്റ് ചെയ്തിരുന്നു. ഒരു 4-5 ഉലുവ എണ്ണയിൽ അങ്ങനെ മൂക്കുന്നത് കൊണ്ട് ഉപ്മാവിന് വലിയ കയ്പ്പ് വരത്തില്ല. അമ്മ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉലുവ ചേർത്തിരുന്നു. അപ്പോൾ ചെറുതിലേ ഞാൻ അങ്ങനെ കണ്ടും കഴിച്ചും വളർന്നതുകൊണ്ട് എൻ്റെ കയ്യും അറിയാണ്ട് ഉലുവ ഡബ്ബയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം നിലു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു വലിയ കവറും കൊണ്ടാണ് വന്നത്. ബനാന തന്നു വിട്ടു എന്നും പറഞ്ഞിട്ട്. അത് തീരുന്നത് വരെ ഇനിയിപ്പോൾ ഇവിടെ പുട്ടു ഉപ്മാവും ഒക്കെ തന്നെയായിരിക്കും. നാനാന്ന് വിളിക്കുന്നത് എൻ്റെ മദർ ഇൻ ലോനെയാണ്. മമ്മി സ്കൂളിൽ വന്നപ്പോഴാണ് ബനാന കൊണ്ടുവന്നത്. നല്ല നാടൻ കൊല, അത്യാവശ്യം നല്ല വലിപ്പവും. അതുകൊണ്ട് ഒരെണ്ണം മതി 2 പേർക്കും കൂടെ കുഴച്ചു കൊടുക്കാനായിട്ട്. ഉപ്മാവും പഴവും മാത്രമായിട്ട് അവർ കഴിക്കത്തില്ല, ലേശം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. അതിങ്ങനെ മീതെ കാണണം. കുഴച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുണ്ടോ ഇല്ലയോ എന്നൊന്നും ആൾക്കാർ നോക്കത്തില്ല. അങ്ങനെ 2 പേർക്കും ദേ ഉപ്മാവൊക്കെ വാരി കൊടുത്തു. കുക്കു സ്കൂളിലേക്ക് പോയി. നിലുവിൻ്റെ ഓട്ടോ ദേ ഇപ്പം വരും. ചെരുപ്പിടാണ്ടാണ് ഇറങ്ങി ഓടി വന്നത്. പിന്നെ തുള്ളി പോയി ചെരുപ്പിട്ടിട്ട് വന്നു. ഇന്ന് വെനസ്ഡേ ടീഷർട്ട് ആയിരുന്നു ഇടേണ്ടതെന്നുള്ളത് ഓട്ടോ വന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഇനി ഒരു 2 ദിവസവും കൂടെ നേരത്തെ എണീറ്റാൽ മതി, പിന്നെ 10 ദിവസം ഉറങ്ങാം. അപ്പോൾ നാളെ കാണാം.